കോടികളും ചെലവഴിച്ച് വീടുള്ളവനല്ല, ഓടിയും ബെൻസും ഫോർച്യൂണറുള്ളവനല്ല, ലക്ഷക്കണക്കിന് സമ്പത്തുള്ളവനല്ല. ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവനാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയെ കിട്ടിയവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. കോടികളൊന്നും വേണ്ട, ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമറ്? പായുള്ള ചെറുപ്പക്കാരാ, ഗ്ലാമറ് നോക്കല്ലേ, ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ തൊലി വെളുത്തതാ, ഹൃദയം കറുത്തതാ. പക്ഷേ തൊലി കറുത്തതാ, ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് ഒന്നിവിടെ ഒരു ഉമ്മ വന്നു എന്നോട് പറഞ്ഞു, ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേര് കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വാലിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്ന സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, കറുപ്പിന്റെ വില നിനക്കറിയാനട്ടാ, കറുപ്പിന്റെ വില നിനക്കറിയാനട്ടാ. പടച്ചവനെ നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. ഇതാ പായുള്ള നിറം കറുത്തുപോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നിരുന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ. ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നിബിധങ്ങൾ ചോദിക്കുന്നു, മോനെ എന്ത് പറ്റി മോനെ, നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ നിബിധങ്ങളോടൊന്നും പറഞ്ഞില്ല. നിബിധങ്ങൾ ചോദിക്കുന്നു, എന്ത് പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ? വെളുത്തവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടരം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അല്ലാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബിതങ്ങൾ പറഞ്ഞു മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെണ്ണുകളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, 4 കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 4 കറുത്തവരുണ്ടല്ലോ, 4 കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ബിലാൽ തങ്ങളെ കറുത്തവനായിരുന്നു, നീഗ്രയായിരുന്നു, അടിമയായിരുന്നു, മുടി ചുരുണ്ടവനായിരുന്നു. പക്ഷേ ബിലാൽ തങ്ങൾ നബിതങ്ങളുടെ മുമ്പിലൂടെ സ്വർഗത്തിൽ ഓടിയടാ ചെറുപ്പക്കാരാ. നബിതങ്ങളെ പറഞ്ഞു, ബിലാൽ സ്വർഗത്തിലാണ്, ആഫ്രിക്കക്കാരനായിരുന്നടാ, നീഗ്രയായിരുന്നു, അടിമയായിരുന്നു. ആ ബിലാൽ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഗ്ലാമറില്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ. സുന്ദരിയായ ഭാര്യ പറയുന്ന, നിങ്ങൾ എനിക്ക് ചേർന്നതല്ല, കാരണം ഞാൻ വെളുത്തത്, നിങ്ങളെ കറുത്തത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹുവിന്റെ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ? സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ, കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ കറുത്തവനായി
പറയുന്നു, സ്വർഗത്തിന്റെ നേതാവാണ് ലുഖ്മാൻ ഹകീം തങ്ങള്. ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായ്പാടുള്ള പെണ്ണ്, വെളുത്ത് ചുമത്ത് കിടക്കുന്ന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താവ് കുറ്റപ്പെടുത്തും, നിനക്ക് ഗ്ലാമറില്ല, പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്നെ സങ്കടപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ സംസം കിണർ കാണുമല്ലോ. ആ സഫാ മറുവ എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ചെല്ലുമ്പോ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്നു. പെങ്ങളെ, ഹാജറ കറുത്തവളായിരുന്നു, ഹാജറ കറുത്തവളായിരുന്നു. പക്ഷേ ഹൃദയം വെളുത്തു പെങ്ങളെ, ഹൃദയം വെളുത്തതാ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വായ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നല്ലോ, കവലയിൽ ഒരു സെന്റുള്ളവനല്ലോ. വായ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ അവനൊരു ചെറിയ കുടിലാണുള്ളത്, വാടക വീടാണുള്ളത്. ആ വീടിനകത്ത് അല്ലാഹുവിനെ പേടിയുള്ള അൽമർഅത്തു സാലിഹാ, സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടല്ലോ. പടച്ചവനെ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട് എന്റെ ഇക്കാ താമസിച്ചതെന്ത്, എന്നെ ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവരെന്ന് വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാലെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ. ആ ഭാര്യന്റെ ചുമലിൽ കിടക്കുന്ന ഷാലെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ. ഇക്കായെന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ. എനിക്ക് മൊബൈൽ വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, TV വേണ്ട, സീരിയൽ വേണ്ട, എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി കഴിയുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. അയ്യാറ് നിങ്ങളുടെ കല്യാണം നടന്നു കുഞ്ഞുമോനെ, നിന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിധങ്ങളുടെ പൊന്നാരമകളുടെ വിവാഹം കഴിഞ്ഞു. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? അയ്യാറ് നിങ്ങളുടെ കുടുംബ വീട്ടിലാണ്, ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂമുണ്ടാക്കുകയാണ്, ഒരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അയ്യായിരങ്ങളും ഫാത്തിമ എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ, മണിയറയ്ക്കകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദ്യരാത്രി തുടങ്ങുകയാണ്. ഒരാളിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിക്കുന്ന രാത്രിയാ. അയ്യായിരങ്ങൾക്ക് വലിയ സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തീയെന്ന് താഴ്ത്തുകയാ. അയ്യായിരങ്ങളുടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താരിഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണല്ലോ. അയ്യായിരങ്ങളുടെ ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചിൽ കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ. അയ്യാര് തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ അല്ലാഹ് കരയുന്നത്? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങളെ, മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ.
അലിയാര് തങ്ങൾ ധരിക്കുന്നു എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? വായ്പാടുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊന്നുമകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു അറിയേ. എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിന്റെ അകത്ത് അയ്യേ നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണതൊക്കെ ഇത്ര ഇരുട്ടാണെങ്കില്, അല്ലാഹുവേ പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരു ഇരുട്ടായിരിക്കുന്ന തമ്പുരാനെ. അയ്യാര് ഞങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറക്കിടത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറക്കിടത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ച് എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ടോ, പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിന് വീട്ടിൽ കൊണ്ടുവന്നു, ആലോചിക്കാൻ പോലും വയ്യ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളും കെട്ടിയിട്ട് മണിയറയിലൊക്കെ പോയല്ലോ, ഒരു പാലെടുക്കും പകുതി 50-50 എല്ലാവർക്കും ആചാരങ്ങൾ അവിടച്ചാണ്. റഹ്മാനായ അള്ളാഹ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാ, കല്യാണം കഴിച്ച് മണിയറക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും, 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാം നിനക്കോ? അവൾ അങ്ങോട്ട് ഇടാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഇടണുണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ, എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ടാ കരയണേ. അലിയാര് തങ്ങൾ ആണാ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ? നീ ഇതാണോ പറയേണ്ടത്? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണ് നീ ഖബറിനെ കുറിച്ച് പറയാ? ഇന്ന് നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഫാത്തിമ പറഞ്ഞു, അലിയെ മണിയറ ഇവിടെ അല്ല, മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന 1ാമത്തെ രാത്രി, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അള്ളാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോവും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നെ കൊണ്ടുവന്നു മരത്തി കിടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പിള ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ, പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ? ഞാൻ മനസ്സിലാക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പുതിയ ആപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. അവരെ ശല്യപ്പെടുത്തല്ലേ, ആരെയും വിടൂല. കാരണം എന്തേ? അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്നു പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങും. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ ബെഡ്റൂം ഇല്ല, അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഈ തോല് വിരിക്കും രാത്രി. ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിൽ ആ ഫാത്തിമയും അലിയാര് തങ്ങളും കിടക്കണം. മാർബിളില്ല, ഗ്രാനൈറ്റ് ഇല്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല, കല്ലിന്റെ മുകളിൽ. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട്, എഴുന്നേക്കുമ്പോ അടയാളുണ്ടെന്ന്. ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും.
രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കുടഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് കുതിരയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തീറ്റിയും വെള്ളം ഇട്ട് കൊടുക്കും. അള്ളാഹു ആലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ പറഞ്ഞു തരാം. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നിവേദനം ചെയ്യുകയാ. അന്ന ഫാത്തിമത്തു ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് തങ്ങളെ പറയുകയാണ്, നിങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും അവിടെ നിന്ന് ജീവിക്കുകയാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാ. ഫാത്തിമ ബീവിക്ക് വല്ലാത്ത കഷ്ടപ്പാടാ. നിങ്ങളുടെ ഗൾഫുകാരനല്ല, ഒരുപാട് സമ്പത്തുള്ളവനല്ല, പാവപ്പെട്ടവനാണ്. അരിയാരങ്ങളുടെ ജോലി എന്തെന്നറിയോ? ആദ്യമൊക്കെ പടച്ചവനെ പുല്ല് കെട്ടിയിട്ട് ഒട്ടകവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവരാ. പടച്ചവനെ അരിയാരങ്ങള് അവസാനമല്ല മാവ് കുടയ്ക്കുകയാണ്. മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി മാവ് പൊടിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് വിൽക്കുന്ന കുടുംബമാണ് ഫാത്തിമയുടെ കുടുംബം. വല്ലാത്ത ജോലിയാ പെങ്ങള്, വല്ലാത്ത കഷ്ടപ്പാടാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം. അതാ വീട്ടില് ചോറ് വെക്കുന്നതിനും കറി വെക്കുന്നതിനും തുണി കഴുകുന്നതിനും വീട് തൂക്കുന്നതിനും സങ്കടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. നീ പഠിക്കണം, നീ അറിഞ്ഞിരിക്കേണ്ട ചില നന്മകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കൈപൊട്ടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആരാ ഫാത്തിമയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, സ്വർഗ്ഗത്തിന്റെ റാണികള്, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാര് 4 പെണ്ണുങ്ങളാ. 4 പെണ്ണുങ്ങൾ അല്ലാഹു നിബിധങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ നായികമാര് 4 പേരാണ്. ആ 4 പെണ്ണുങ്ങളാണ് നിങ്ങളുടെ നേതാക്കന്മാര്. ആ 4 പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണാണ് ഫാത്തിമ. ആട്ടുകല്ല് കൊണ്ട് അരിപിടിച്ച് ആ അരിങ്ങനെ പൊടിച്ചിട്ട് 2 കൈയും പൊട്ടിയിരിക്കുകയാണ്. നീ ചിന്തിക്കും, ഉസ്താദേ അത് എങ്ങനെ പൊട്ടാനാണ്? ഫാത്തിമയ്ക്ക് സമയമില്ലടോ, ഫാത്തിമയ്ക്ക് സമയമില്ല. നിന്നെ പോലെയല്ല ഫാത്തിമ. നീ പഠിക്കും, നീ എപ്പോഴും പറയും സമയമില്ല സമയമില്ല. എന്റെ ജോലി എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഫാത്തിമ ബീവിയുടെ ജോലി എങ്ങനെയെന്നറിയുമോ? ഫാത്തിമയ്ക്ക് ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളുണ്ട്. 2 പേരും 1 വയസ്സിന്റെ വ്യത്യാസം. ഫാത്തിമയുടെ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു 2 പേർക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ 2 മക്കളെയും തൊട്ടിലിൽ കിടത്തിയിട്ട് കൈകൊണ്ടാട്ടാ സമയമില്ല, കൈകൊണ്ടാട്ടി വെക്കാ സമയമില്ല. ഫാത്തിമ എന്ത് ചെയ്യുമെന്നറിയോ? ആ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് അല്ലാഹുവേ ഇങ്ങനെ മാവ് പൊടിക്കുമ്പോ കാലില് കയറ് കെട്ടിയിട്ട് കാലുകൊണ്ട് ആട്ടിയാട്ടിയാ മക്കളെ ഉറക്കിയിരുന്നത്. നിങ്ങൾക്ക് ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. ഇത് സീരിയലിന്റെ കഥയല്ല, ഇത് സിനിമ കഥയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബ ജീവിതമാണ് പറയുന്നത്. മാവ് പൊടിച്ചു പൊടിച്ച് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാ. വാപ്പാനെ കാണാൻ പോവുകയാണ്. ഞങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ പൊട്ടിയ കൈ കാണി കുടിച്ചിട്ട് സങ്കടം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ മകളതാ ഭർത്താവിനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കൈ പൊട്ടി വല്ലാത്ത പ്രയാസമാ. സങ്കടത്തിലിരിക്കുന്ന ഫാത്തിമയെ കണ്ടപ്പോ നിങ്ങൾ പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ ചെന്നിട്ട് വാ
വാപ്പയോട് പറ ഒരടിമയെ തരാൻ. ഒരുപാട് അടിമകളുണ്ടല്ലോ, നീ ചോദിച്ചാ വാപ്പ നിനക്കൊരടിമയെ തന്നാൽ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കാമല്ലോ, നിനക്കൊരു സഹായമാകുമല്ലോ. അതുകൊണ്ട് നീ ചെന്നിട്ട് നബി തങ്ങളോട് അടിമയെ ചോദിക്കൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ കാണാൻ പോകുകയാ. നബി തങ്ങളെ തിരഞ്ഞു പോകുമ്പോ ഫാത്തിമ ചെല്ലുമ്പോ വാപ്പ വീട്ടിലില്ല. റസൂൽ എവിടോ പോയിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞു. ഉമ്മ, വാപ്പ വരുമ്പോ എന്റെ അവസ്ഥയൊന്ന് പറയണേ, ഒരടിമയെ തരാ പറയണേ, ഒരടിമയെ തരാ പറയണേ. ഫാത്തിമ സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞ് തിരിച്ചു വരികയാണ്. പടച്ചവനെ, നബി തങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ താമസിക്കുകയാ. ഒരുപാട് താമസിച്ചാണ് നബി തങ്ങൾ വന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, വന്നിരുന്നു നബിയേ. ഫാത്തിമയുടെ അവസ്ഥ വല്ലാത്ത സങ്കടമാണ്. പൊന്നുമോള് കൈപൊട്ടിയിരിക്കുകയാണ്. അവിടുത്തെ ജോലി ചെയ്ത് അതാ കല്ല് പിടിച്ച് കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത്. എനിക്ക് സഹിച്ചില്ല നബിയേ, ഫാത്തിമയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മകളുടെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെല്ലുകയാണ്. നബി തങ്ങൾ ആ രാത്രിയിൽ തന്നെ പോയടോ. പൊന്നുമോളുടെ സങ്കടമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്ന് രാത്രി അവിടെ നിന്ന് വിളിക്കുകയാ. രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് വാതിൽ തുറന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെല്ലുമ്പോ അലിയാരി തങ്ങൾ കിടക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കലിയേ, ആ ഇരിക്കുന്ന വിരിപ്പിൽ തന്നെ ഇരിക്കലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചെടുത്തിരുത്തി. എന്നിട്ടും ഭാര്യയും ഭർത്താവിനോടും പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ കടപ്പുറത്ത് വാഴ കേൾക്കാമെന്ന വാപ്പമാരെ, ഒരു വാപ്പ എങ്ങനെയാകണമെന്ന് പഠിക്കൂ. പെൺമക്കളുള്ള ഉപ്പമാര് പഠിക്കേണ്ടതാണ്. മകൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ പല പ്രയാസങ്ങളും കാണും. കഷ്ടപ്പാടിന്റെ കഥ പറയും. നിന്റെ മരുമകന് സമ്പന്നനാകണമെന്നില്ല, അവന് പാവപ്പെട്ടവനാകാം. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ മക്കള് വീട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലമാണ്, അവർക്ക് പക്വത കുറവാണ്. അവര് പലതും നിന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ഒരു വാപ്പയാകണം ഉപ്പാ. ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ? രണ്ട് കൈയും പൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ് മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, പൊന്നാര മകളായ ഫാത്തിമ, നിനക്കന്ന് തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ, നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ അന്ന് നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണം ഫാത്തിമ. ഭർത്താവിന്റെ തുണി കഴുകുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭക്ഷണം വെച്ചു കൊടുക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അടുക്കളയിൽ പൂട്ടിക്കിട്ടിരിക്കുകയാണ് എന്ന് സങ്കടം പറയുന്ന യുവത്വമേ, നിനക്കറിയുമോ? ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് പടച്ചവനെ ജോലി ചെയ്യുമ്പോ എന്റെ ശരീരം വിയർക്കുമല്ലോ. ഇട്ടിരിക്കുന്ന മാക്സിയിലൂടെ, ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്ന പെങ്ങളെ, നിനക്കറിയോ
അറിയുമോ അതിന്റെ പ്രതിഫലം എന്താണെന്ന്? ആ വിയർപ്പ് തുള്ളിയുടെ പ്രതിഫലം എന്തെന്നറിയുമോ? ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ വിയർപ്പ് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ നരകത്തിൽ നിന്ന് രക്ഷയാ ഉമ്മ.